ഡോക്ടർ ഷെറിൻ തോമസ്. ഭക്ഷണം ലേറ്റായിട്ട് കഴിക്കുന്നത്, പിന്നെ ഉറക്കമൊക്കെ ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നത്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം. നമ്മൾ സമയത്തിന് ഉറങ്ങുന്നില്ല. ഇപ്പം പുതിയ പല സ്റ്റഡീസും പറയുന്നത് രാത്രി 10 മണി തൊട്ട് രാവിലെ 5 മണി വരെയുള്ള കണ്ടിന്യൂസ് ഉറക്കം വളരെ നിർബന്ധമാണ്. ഒരു വർഷത്തില് നമ്മൾ ഈ 50 ദിവസത്തിൽ കൂടുതൽ 10 മണി തൊട്ട് 5 മണി വരെയുള്ള ഉറക്കം നഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിസർച്ചസ് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിവതും ആ സമയം നമ്മുടെ പ്യൂരിഫിക്കേഷന്റെ ഒക്കെ ഒരു സമയമാണ്. ഉറക്കം സമയത്തിന് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറങ്ങാൻ ശ്രമിക്കുക. പകല് കൂടുതലായിട്ട് കിടന്ന് ഉറങ്ങുന്നതിന് പകരം രാത്രിയിലുള്ള ഈ സമയം നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. കുറെ നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള ബുക്സ് അങ്ങനത്തെ വായിക്കുക. അങ്ങനത്തത് കൂടുതൽ ഈ കോവിഡിനെ കുറിച്ചുള്ള ഭീതി പരത്തുന്ന സാധനങ്ങൾ കുറവ് കേൾക്കുക. ഡോക്ടർ, എനിക്ക് വേറെ ഒന്നും, രാത്രി ഉറക്കം കുറവാണ്. വെളുപ്പിനാകുമ്പോഴാണ് ഉറങ്ങുന്നത്. രാത്രി മൊത്തം ഉറക്കമില്ല. അതാണ് ഒരു മെയിൻ പ്രോബ്ലം. ജെയ്സൺ പകലെല്ലാം ഉറങ്ങുമായിരിക്കും അല്ലേ? മീൻസ് പകലെല്ലാം കട്ടിലേക്ക് തന്നെ കിടക്കുമായിരിക്കും അല്ലേ? കോവിഡ് വന്നാണോ? ഇല്ല, എനിക്ക് പണ്ടേ പകലെ എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു. പക്ഷെ രാത്രി ആയാലും ഉറക്കമില്ല. അല്ല, കോവിഡ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കോവിഡ് വന്നില്ല. കോവിഡ് അസുഖമില്ല, കോവിഡിന് അസുഖമില്ല. ഓക്കെ, ഉറക്കം മെയിൻ ആയിട്ട് ഉറക്കം കുറവിന്റെ ഒരു റീസൺ നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായതുകൊണ്ടാണ് ഉറക്കം കുറവ്. ഒരു റീസൺ അതാണ്. നമ്മൾ ദിവസം നന്നായിട്ട് ടയേർഡ് ആകുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ബെഡ് കണ്ടാൽ മതി ഉറങ്ങാൻ. അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. നിങ്ങൾ അതുപോലെ ഡിന്നർ നേരത്തെ ആക്കുന്നത്, അതായത് ഉറങ്ങുന്നതിനൊരു 3-4 hours എങ്കിലും മുമ്പേ ഡിന്നർ കഴിക്കുന്നത് ഉറക്കം ക്രമീകരിക്കാൻ വളരെ നല്ലതാണ്. പകല് കഴിവതും ഉറങ്ങാതിരിക്കുക, ബെഡിന്റെ സൈഡിലോട്ട് പോകാതെ ഇരിക്കുക. രാവിലെ 1 മണിക്കൂറെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. വൈകിട്ടും കുറച്ച് മൂവ്മെന്റ്സ് നന്നായിട്ട് വേണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും നമുക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്, ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിലും അതും ഉറക്കത്തെ ബാധിക്കാം. അപ്പം അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഫിസിക്കൽ എക്സസൈസ് ഒന്ന് കൂടുതലാക്കി നോക്കൂ. അപ്പം അത് വളരെ നന്നായിരിക്കും. വെയിറ്റ് കൂടുതലുണ്ടോ? വെയിറ്റ് ഇല്ല, വെയിറ്റ് ഒരു 50-52 ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നെ ഈ രീതിയിൽ ഒന്ന് ആഹാരം ക്രമീകരിക്കുകയും മീൻസ് അതുപോലെ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് നോക്കിയല്ലേ. എന്നിട്ട് ഡിന്നർ ഒരു 7 മണിയാകുമ്പോൾ ഡിന്നർ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിക്കാതിരിക്കുക. ധാരാളം വെള്ളം വേണേൽ കഴിക്കുക. അതല്ലാതെ വേറെ പിന്നെ ഏർലി ഡിന്നർ കഴിക്കുക. ഒരു 12 മണിക്കൂറെങ്കിലും ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു പീരീഡ് വെക്കുക. അതായത് പിറ്റേ ദിവസം ഒരു 8 മണിയാകുമ്പോൾ കഴിച്ചാൽ മതി. ആ രീതിയിൽ ചെയ്യുക. നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസും ചെയ്യുക. അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഉറക്കം ഒരു വിധത്തിൽ പിന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. എനിക്കൊന്ന് ഫിസിക്കൽ എക്സസൈസിന്റെ കുറവായിരിക്കാം എന്ന് തോന്നുന്നു അല്ലേ? ഫിസിക്കൽ എക്സസൈസ് കുറവല്ലേ? ഫിസിക്കൽ എക്സസൈസ് കുറവാണ്. അങ്ങനെ എക്സസൈസ് ചെയ്യാറില്ല. അതൊന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾ എല്ലാ ദിവസവും ഇൻക്രീസ് ചെയ്ത് ഒരു 1 hour വരെ ആക്കണം. അത് വളരെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും യോഗ പോലത്തെ മെഡിറ്റേഷനും നന്നായിരിക്കും. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.